നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മാറ്റി. നാളെ നടക്കാനിരുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. നവംബർ 1 നിന്ന് നവംബർ 3 മാറ്റിയത്. നവംബർ 3 3 മണിക്ക് തൃശൂരിൽ വെച്ചാകും അവാർഡ് പ്രഖ്യാപനം. ജൂറി ചെയർമാന്റെ അസൗകര്യം പരിഗണിച്ചാണ് മാറ്റം. മമ്മൂട്ടി മികച്ച നടനാവാനാണ് സാധ്യത. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിയെ പരിഗണിക്കാനാണ് സാധ്യത. അന്തിമ വോട്ടർ പട്ടികയിൽ ടൊവിനോ തോമസും ഇടം നേടിയതായി സൂചനയുണ്ട്. 1 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ ഈ മാസം വിതരണം ചെയ്യും. നടപ്പാക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ലോട്ടറി അടിച്ചിട്ടല്ല സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെ പോസിറ്റീവായി കാണണം. ക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്നും പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് സർക്കാരിന് ആത്മവിശ്വാസമുണ്ടെന്നും KN ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ CPIയിൽ നടപടി. 2 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ CPIയിൽ നടപടി. കണ്ണൂർ ജില്ലയിലെ 2 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV രജീഷിനോടും ജില്ലാ സെക്രട്ടറി സാഗർ KVയോടുമാണ് വിശദീകരണം തേടിയത്. കൈവിട്ട പ്രതിഷേധത്തിന്റെ സാഹചര്യം വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു. മുഹമ്മദ് അസറുദ്ദീൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ ഭാഗമായാണ് അസ്ഹർ മന്ത്രിസഭയിലേക്ക് എത്തിയത്. രാജ്ഭവനിൽ ഗവർണർ ജിഷ്ണു ദേവ് ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രേവന്ത് റെഡ്ഡി മന്ത്രിസഭയിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഏക മന്ത്രിയാണ് അസറുദ്ദീൻ. ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസ് സർക്കാരിന്റെ നിർണായക നീക്കം. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട മന്ത്രിയും MLAയും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം വേദി പങ്കിട്ട മന്ത്രി K കൃഷ്ണൻകുട്ടിയും കോങ്ങാട് MLA K ശാന്തകുമാരിയും. പാലക്കാട് ജില്ലയിൽ നടന്ന പട്ടയമേളയിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതിന് ശേഷം ഇതാദ്യമായാണ് രാഹുലിനൊപ്പം ഒരു മന്ത്രിയും MLAയും വേദി പങ്കിടുന്നത്. പുത്തൻവേലിക്കരയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതി പരിമൾ സാഹുവിന്റെ വധശിക്ഷ റദ്ദാക്കി. എറണാകുളം പുത്തൻവേലിക്കരയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടു. ആസം സ്വദേശി പരിമൾ സാഹുവിന്റെ വധശിക്ഷയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. 2018 മാർച്ച് 19 പുത്തൻവേലിക്കര സ്വദേശിനി മോളി പടയാട്ടിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഇവരുടെ വീടിന്റെ ഔട്ട് ഹൌസിൽ താമസിച്ച ആളായിരുന്നു പരിമൾ സാഹു. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ ഇയാൾ വീട്ടമ്മയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും എതിർത്തപ്പോൾ കൊലപ്പെടുത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. വടക്കൻ പറവൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് 2021 മാർച്ച് 8 പരിമൾ സാഹുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. KPCCക്ക് 17 അംഗ കോർ കമ്മിറ്റി. AK ആന്റണിയും കമ്മിറ്റിയിൽ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് കോർ കമ്മിറ്റി കൺവീനർ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവ് AK ആന്റണി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശശി തരൂർ MP, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K മുരളീധരൻ, VM സുധീരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് 17 അംഗങ്ങൾ. ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കട്ട അടുക്കി വെച്ചിരുന്ന അട്ടി ഇടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. അപകടം കട്ട കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെ. അഞ്ചലിൽ കട്ടയടുക്കി വെച്ചിരുന്ന അട്ടി ഇടിഞ്ഞു വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പശ്ചിമബംഗാൾ ഹൽദിവാറി സ്വദേശിയായ ജിയാറുളാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സംഭവം. അഞ്ചൽ പാലമുക്കിൽ പ്രവർത്തിക്കുന്ന കട്ട കമ്പനിക്കകത്ത് കട്ട അടുക്കി വെച്ചിരിക്കുന്നതിന് തൊട്ടു താഴെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അട്ടി ഇടിഞ്ഞ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഉടനെ തന്നെ കട്ട നീക്കം ചെയ്തെങ്കിലും ജിയാറുളിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മുഖ്യമന്ത്രിയെ അപമാനിച്ച KSRTC ജീവനക്കാരന് സസ്പെൻഷൻ. മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്ന പേരിൽ KSRTC ജീവനക്കാരന് സസ്പെൻഷൻ. എടപ്പാൾ കണ്ടനകം KSRTC റീജിയണൽ വർക്ക്ഷോപ്പിലെ സ്റ്റോർ ഇഷ്യൂവർ സന്തോഷ് കുമാറിനെതിരെയാണ് നടപടി. സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളിലൂടെ സന്തോഷ് കുമാർ അപവാദ പ്രചരണം നടത്തിയെന്നും കോർപ്പറേഷന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയെന്നുമാണ് റിപ്പോർട്ട്.
മ്യൂൾ അക്കൗണ്ട് വഴി പണം തട്ടിയെടുത്ത യുവതി പിടിയിൽ. കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പണം സ്വീകരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടായ മ്യൂൾ അക്കൗണ്ട് വഴി പണം തട്ടിയെടുത്ത യുവതി കോയിപ്പുറം പോലീസിന്റെ പിടിയിലായി. പെരുമ്പട്ടി വലിയകുളം എന്ന സ്ഥലത്ത് പണ്ടിയത്ത് വീട്ടിൽ ആര്യ അനി സക്കറിയാണ് മ്യൂൾ അക്കൗണ്ട് വഴി പണം തട്ടിയെടുത്ത കേസിൽ പിടിയിലായത്. തടിയൂർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലെ പ്രതിയുടെ അക്കൗണ്ട് ഉപയോഗിച്ച് സംഘടിത സൈബർ തട്ടിപ്പ് കുറ്റകൃത്യങ്ങളിലെ കണ്ണിയായി പ്രവർത്തിക്കുകയായിരുന്നു ആര്യ. തട്ടിപ്പിലൂടെ പലരുടെയും അക്കൗണ്ടിൽ നിന്നും പണം സ്വരൂപിച്ച് മറ്റു പ്രതികൾക്ക് അയച്ചു കൊടുക്കുകയും കമ്മീഷൻ തുക കൈപ്പറ്റിയുമാണ് പ്രതി പണം സമ്പാദിച്ചിരുന്നത്.